നമ്മളവരെ എല്ലാവർക്കും നമസ്കാരം. ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയമേ, നിങ്ങൾക്ക് എല്ലായ്പ്പോഴും മനസ്സ് ഒരേ അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉത്സാഹത്തോടും ഉന്മേഷത്തോടും സന്തോഷത്തോടും കൂടി നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോന്നോ? അതല്ലേ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. പക്ഷെ ആഗ്രഹിക്കുന്നുണ്ട്, നടക്കുന്നില്ല. ശ്രമിക്കാഞ്ഞിട്ടല്ല, പക്ഷെ ശ്രമിക്കാൻ തന്നെ തോന്നുന്നില്ല. ഇതിങ്ങനെ മാറി മാറി ചില കടലിലെ തിരമാലകൾ പോലെ കയറി ഇറങ്ങി മനസ്സിൻ്റെ അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്, ആഗ്രഹിക്കാറുള്ളത് സന്തോഷം ലഭിക്കണമേ, സമാധാനം ഉണ്ടാകണമേ, ഐശ്വര്യം ഉണ്ടാകണമേ, ഏതവസ്ഥയിൽ എന്നുള്ളതാണ്. ഏതെങ്കിലും അവസ്ഥ സ്ഥിരമായിട്ട് ഉണ്ടാകാറുണ്ടോ? മാറിക്കൊണ്ടിരിക്കില്ലേ? അപ്പം നിങ്ങൾ സന്തോഷവും അഭിവൃദ്ധിയും ഒക്കെ ഒരു കാരണവശാലും അത് വേണം, സ്ഥിരമായി നിലനിൽക്കണം എന്നുള്ളതല്ല. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് ഏതവസ്ഥയിലും മനസ്സിൻ്റെ ശക്തി, അതിനെ തരണം ചെയ്യാനുള്ള ആത്മാവിൻ്റെ ശക്തി, ആത്മശക്തി തരണേ എന്നാണ് നമ്മുടെ പ്രധാന പ്രാർത്ഥന ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സന്തോഷമുള്ള ഒരവസ്ഥയുണ്ടായി, നല്ലൊരു കാറ് വാങ്ങി, നിങ്ങൾ ഒരു വാഹനം വാങ്ങി, നല്ല സന്തോഷത്തോടുകൂടി അത് പൂജിക്കാൻ കൊണ്ടുപോയി. തിരിച്ചു വരുന്ന വഴിക്ക് സന്തോഷം, നല്ല സന്തോഷം തിരതല്ലി വരികയാണ്, മറ്റൊരു വണ്ടിയായിട്ടൊന്ന് കൂട്ടിമുട്ടി. നിങ്ങളുടെ സന്തോഷം അവിടെ തീർന്നില്ലേ? ആ സമയത്തും മനസ്സിനൊരു ശക്തിയുണ്ടല്ലോ, അതിനെ വിലയിരുത്താനും ക്ഷോഭം വരാത്ത രീതിയിൽ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്നുള്ള പെട്ടെന്നൊരു ചിന്താഗതി, മനോഭാവം വരണമെങ്കിൽ എന്ത് വേണം? മനസ്സിൻ്റെ ആത്മശക്തി വേണം. ആത്മശക്തി ഇല്ലെങ്കിലോ അവിടെ പോയി. നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ട്, നല്ല രീതിയിൽ നല്ല താളത്തിൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും, യാതൊരു സംശയമില്ല. അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതായിരിക്കണമെന്നില്ല. അപ്പോഴോ ആ സമയത്ത് അത്രയും നാളുണ്ടായിരുന്ന സന്തോഷം മുഴുവൻ പോയില്ലേ? എന്ത് അഭിവൃദ്ധി ഉണ്ടായിരുന്നു അതെല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് ഇല്ലാതാകില്ലേ? അപ്പോൾ അവിടെയും പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? ആത്മശക്തി ഉണ്ടാവണം. അത് സ്ഥിരമായി ലഭിക്കണമെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്തും അല്ലാത്ത സമയത്തും ബാലൻസ് സ്റ്റേറ്റിൽ ചിത്തത്തെ നിലനിർത്താൻ എന്താണ് വേണ്ടത്? മെജോറിറ്റി ഓഫ് ടൈം, അത് ഏത് സമയമായിക്കോട്ടെ, നിങ്ങൾ സന്തോഷമുള്ളപ്പോഴോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്തോ അഭിമുഖീകരിക്കുന്ന സമയത്തോ എല്ലാം തന്നെ എപ്പോഴും നല്ല കെയർ ആയിരിക്കുക. ഞാൻ എന്നിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻപുട്ട്, അത് പരമാവധി ഏത് സാഹചര്യത്തിൽ നിന്നും ഇൻപുട്ട് കൂടുതലും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും നമുക്ക് വലിയ സൗഭാഗ്യങ്ങളും നല്ല നന്മകളും ഒക്കെ ഉള്ള സമയത്ത് ഈ ഇൻപുട്ട് കൊടുക്കാനൊന്നും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അതിൻ്റെ ഭൗതികമായ തലത്തിൽ അങ്ങ് പെട്ടുപോകും. പക്ഷെ എല്ലാ ദിവസവും ശ്രദ്ധയോടുകൂടി കുറേയൊക്കെ ഇൻപുട്ട് കൊടുക്കുന്ന പോസിറ്റീവായിട്ടുള്ള സജഷൻസും കാഴ്ചകളും കേൾവികളും ഒക്കെ കൂടുതൽ മെജോറിറ്റി ഓഫ് ടൈം കൊടുത്താണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിന് എപ്പോഴും ഒരു ശാന്തത മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ചില ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കരമായ മൂഡ് ഓഫ് ആയിരിക്കാം, തമോ ഗുണമായിരിക്കാം, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒരു ആലസ്യം, വിരസത. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മാറണമെന്ന്, ഇന്നലകളിലും മിനിഞ്ഞാന്നും അതിന് മുമ്പെയൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ കൊടുത്ത പല പല നെഗറ്റീവ് ഇൻപുട്ടിൻ്റെ റിഫ്ലക്ഷനാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ശാന്തി സമാധാനം കിട്ടണം, ഇന്നലകളിൽ പലതും ചിന്തിക്കണമായിരുന്നു. അപ്പോൾ നാളുകളിൽ പലതും നമുക്ക് സ്റ്റഡി ആയിട്ട് വരണമെങ്കിൽ ഇന്ന് മുതൽ അകത്തേക്ക് ഞാൻ കൊടുക്കുന്ന ഓരോ പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളും എങ്ങനെയായിരിക്കണം? നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിലും ഏതവസ്ഥയിലും മനസ്സിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യം ശ്രവണം, കൂടുതലും നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള സമയം കണ്ടെത്തണം. ശ്രവണം, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നതും ഉള്ളിലോട്ട് എടുക്കുന്നതിന് തുല്യമാണല്ലോ, അത് കുറച്ചുകൂടെ ബെറ്ററാണ്. പക്ഷെ വായിക്കാനൊക്കെ ഇപ്പോൾ പലപ്പോഴും നമുക്ക് സമയം കുറവായതുകൊണ്ട്, സമയമുണ്ട് വേണമെന്ന് വെച്ചാൽ, പക്ഷെ നമുക്ക് ആ മൈൻഡ് സെറ്റ് മാറി, ക്ഷമ എന്ന് പറയുന്നത് മാറിയിരിക്കുന്ന കാരണം നല്ല കാര്യങ്ങൾ ശ്രവിക്കുക, അതിനെ മനനം ചെയ്യുക. ശ്രവണം, മനനം, 3 കാര്യങ്ങളാണ് വേണ്ടത്. ശ്രവണം, മനനം. അപ്പോൾ കേട്ട കാര്യത്തെ നിങ്ങളുടേതായ രീതിയിലൊന്ന് അതിനൊന്ന് ഷഫിൾ ചെയ്യണം, വിലയിരുത്തണം, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടേതായ രീതിയിൽ ആശയത്തെ എടുക്കണം. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പോയിന്റുകൾ നിങ്ങൾ ശ്രവിക്കുകയാണ്.
നിങ്ങളുടേതായ രീതിയിൽ അതിനെ പരിപോഷിപ്പിക്കണം, വികസിപ്പിക്കണം. ശ്രവണം, മനനം, പിന്നോ വികസിപ്പിച്ചാൽ മാത്രം പോരാ, ആചരണം. അതിൽ ഏതെങ്കിലുമൊക്കെ കുറേയൊക്കെ ആചരിക്കണം, അപ്ലൈ ചെയ്യണം. ഇതിങ്ങനെ സ്ഥിരമായ രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും ഈ ശ്രദ്ധ വെച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത് കൂടുതലും പോസിറ്റീവായി മാറുമ്പോൾ അവിടെ എന്താകുന്നു, പിന്നീട് വരും ദിവസങ്ങളിൽ ഏതവസ്ഥയിലും മനസ്സിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്രതീക്ഷിതമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം ഏത് നിമിഷവും ഉണ്ടാകാം. ആ സന്ദർഭത്തിലും ആ തീവ്രമായ ദുഃഖത്തിലേക്കും പ്രശ്നത്തിലേക്കും പോകാതിരിക്കാൻ ഇന്ന് തൊട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് ഈ സത്സംഗങ്ങളിലേക്ക് നമ്മൾ ശ്രവണത്തിനായിട്ട് കൂടണം. ഇതിങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻ കിട്ടുന്ന സമയത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നാളുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഒരു ചെടി നമ്മൾ കുഴിച്ചു നോക്കുമ്പോൾ അവിടെ വെള്ളവും വളവും ഒക്കെ ആദ്യം കൊടുക്കില്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് പിടിച്ചു വരാൻ കുറേ സമയമെടുക്കും. അപ്പോഴേ അത് തളർത്തു വരികയുള്ളൂ, പുഷ്ടിയോടുകൂടി വരികയുള്ളൂ. അത്തരത്തിലുള്ള ഇൻപുട്ടുകളാണ് ഈ സ്പിരിച്വൽ സയൻസിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.